ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നവംബർ മാസത്തിലെ മുഴുവൻ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നവംബർ 1 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങൾ. നവംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെയും രണ്ടാമത്തെ ആഴ്ചയിലെയും മൂന്നാമത്തെ ആഴ്ചയിലെയും നാലാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇനി മുഴുവൻ കാര്യങ്ങൾ നവംബർ 1 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ചാനൽ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, LDC കഴിഞ്ഞവർക്കറിയാം, LDC എഴുതി കഴിഞ്ഞവർക്കറിയാം, നമ്മൾ എല്ലാ പേപ്പേഴ്സും ആൻസർ ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്ത ക്വസ്റ്റ്യൻസുമാണ്. കാരണം എങ്ങനെ നമ്മൾ കവർ ചെയ്യുന്നത്, ഡെയിലി ന്യൂസ് പേപ്പർ നോക്കിയിട്ട് എഴുതി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് വിത്ത് പിക്ചേഴ്സാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും അല്ലേ. സമയം ഒട്ടും കളയുന്നില്ല, ഒരുപാട് പറഞ്ഞിട്ട് സമയമൊന്നും കളയുന്നില്ല. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, വാല്യുബിൾ ആണ്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചീഫ് ഇലക്ടോറൽ ഓഫീസർ ഓഫ് കേരള? ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചീഫ് ഇലക്ടോറൽ ഓഫീസർ ഓഫ് കേരള? സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് പ്രണബ് ജ്യോതിനാഥ്. പ്രണബ് ജ്യോതിനാഥിനെയാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നത്. നിയമനത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകിയിരുന്നു. തുടർന്നാണ് നിയമന ഉത്തരവ് ഇറങ്ങിയത്. സംസ്ഥാനം നൽകിയ പാനലിലാണ് പ്രണബ് ജ്യോതിനാഥിനെ തെരഞ്ഞെടുത്തത്. നിലവിൽ സ്പോർട്സ് യൂത്ത് അഫയേഴ്സ് സെക്രട്ടറി അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം 2005 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആരാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ടത്? ആരാണ്? പ്രണബ് ജ്യോതിനാഥാണ്. അടുത്ത ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. വേർ ഈസ് ദ വെന്യൂ ഫോർ ദ സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് ഫെസ്റ്റിവൽ? അതായത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? വേർ ഈസ് ദ വെന്യൂ ഫോർ ദ സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് ഫെസ്റ്റിവൽ? റൈറ്റ് ആൻസർ ഈസ് എറണാകുളം അല്ലേ. എറണാകുളം ജില്ലയിൽ 17 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കായികമേളയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു 3 നമ്പറുകളുണ്ട്: 17, 39, 2590. അതായത് എറണാകുളം ജില്ലയിൽ 17 വേദികളിലായാണ് കായികമേള നടക്കുന്നത്. 39 കായിക ഇനങ്ങളാണുള്ളത്. 39 കായിക ഇനങ്ങളിലായി 1,00,000-ഓളം വിദ്യാർത്ഥികൾ കായികമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽ 1562 കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത്. പ്രവാസി വിദ്യാർത്ഥികളും ആദ്യമായി മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി ട്രോഫികൾ, മൊമെന്റോ എന്ന് പറയുന്നത് 2590 ആണ്. ട്രോഫികളും മൊമെന്റോകളുമായി ആകെ 2590 പുരസ്കാരങ്ങളാണുള്ളത്. ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ എവർ റോളിംഗ് ട്രോഫിയും ലഭിക്കുന്നതാണ്. കായികമേളയുടെ ഉദ്ഘാടനം എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലാണ് നടന്നത്. ഉദ്ഘാടകൻ മന്ത്രി ശിവൻകുട്ടി ആയിരുന്നു. ദീപശിഖ തെളിയിച്ചത് ഒളിമ്പ്യൻ PR ശ്രീജേഷ് ആയിരുന്നു. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടകൻ നടൻ മമ്മൂട്ടിയുമായിരുന്നു. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഹു ഈസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് വിയറ്റ്നാം? വിയറ്റ്നാമിലെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ജനറൽ കുവോങ് ആണ്. വിയറ്റ്നാമിലെ പുതിയ പ്രസിഡന്റായിട്ട് ജനറൽ കുവോങ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിലെ പ്രസിഡന്റ് ടോം ലാം സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് 67കാരനായ കുവോങ്ങിന് സ്ഥാനലബ്ധി കിട്ടിയിരിക്കുന്നത്. വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാന പദവിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി ടോം ലാം തുടരും. ജൂലൈയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി നുയൻ ഫ്രൂ ടോങ് അന്തരിച്ചതിനെ തുടർന്നാണ് ലാം അധികാരമേറ്റത്. 2026 വരെയാണ് പുതിയ ഭരണ സംവിധാനം. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. വിച്ച് ടീം ഹോൾഡ്സ് ദ വേൾഡ് റെക്കോർഡ് ഫോർ ദ ഹയസ്റ്റ് സ്കോർ ഇൻ ഇന്റർനാഷണൽ 2020 ക്രിക്കറ്റ്? അതായത് രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറുള്ള ലോക റെക്കോർഡ് നേടിയ ടീം ഏതാണ് എന്നാണ് ചോദ്യം. എന്താണ്? രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറിനുള്ള ലോക റെക്കോർഡ് നേടിയ ടീം ഏതാണ് എന്നാണ് ചോദ്യം. സിംബാബ്വെയാണ്. 2020 ലോകകപ്പ് ആഫ്രിക്കൻ ക്വാളിഫയർ മത്സരത്തിൽ ഗാംബിയയ്ക്കെതിരെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ പുതിയ റെക്കോർഡ് കുറിച്ചിട്ടുള്ളത്. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ 27 സിക്സറുകളും ഏറ്റവും കൂടുതൽ ബൗണ്ടറികൾ 57 ബൗണ്ടറികളും എന്നീ റെക്കോർഡുകളും ഈ മത്സരത്തിൽ പിറന്നു. അപ്പോൾ 27 സിക്സും അടിച്ചു, അതുപോലെ തന്നെ 57 ബൗണ്ടറികളും ഈ റെക്കോർഡിൽ വരുന്നത് സിംബാബ്വെയുടെ പുതിയ റെക്കോർഡിലാണുള്ളത്. അപ്പോൾ രാജ്യാന്തര 2020 ക്രിക്കറ്റിലും ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറിനുള്ള ലോക റെക്കോർഡ് സിംബാബ്വെ സ്വന്തമാക്കിയിരിക്കുകയാണ്.
അടുത്ത ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഫാസ്റ്റസ്റ്റ് ബൗളർ ടു കംപ്ലീറ്റ് 300 വിക്കറ്റ്സ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ഹിസ്റ്ററി? അതായത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 300 വിക്കറ്റ് തികയ്ക്കുന്ന ബോളർ എന്ന റെക്കോർഡ് നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 300 വിക്കറ്റ് തികയ്ക്കുന്ന ബോളർ എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് കഗീസോ റബാദ. ദക്ഷിണാഫ്രിക്കൻ പേസറാണ് കഗീസോ റബാദ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ 300 വിക്കറ്റ് തികയ്ക്കുന്ന ബോളർ എന്ന റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ പേസർ കഗീസോ റബാദ സ്വന്തമാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് 29കാരനുള്ള റബാദ 300 വിക്കറ്റ് ക്ലബിലെത്തിയത്. ടെസ്റ്റ് കരിയറിലെ 11,187 പന്തുകളിലാണ് റബാദയുടെ നേട്ടം. മുൻ പാകിസ്ഥാൻ പേസർ വഖാർ യൂനിസിനെയാണ് പിന്നിലാക്കിയത് 12,602 പന്തുകൾ. ഓക്കെ, നമ്മൾ 2 ക്വസ്റ്റ്യൻസും റെക്കോർഡുകളെ കുറിച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു നേട്ടം സ്പോർട്സ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യനാണ്. ഹാട്രിക് നേട്ടത്തിൽ, അതായത് രാജ്യാന്തര ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ഹാട്രിക് നേടുന്ന താരം എന്ന റെക്കോർഡിൽ അർജന്റീന താരം ലയണൽ മെസ്സിയും പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. ഇരുവരും 10 ഹാട്രിക് നേട്ടങ്ങളാണ് ഇതുവരെ കുറിച്ചിട്ടുള്ളത്. ബൊളീവിയക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഹാട്രിക് നേടിയാണ് മെസ്സി ക്രിസ്ത്യാനോയ്ക്ക് ഒപ്പം എത്തിയത്. രാജ്യാന്തര ഗോളുകളുടെ എണ്ണത്തിലും ക്രിസ്ത്യാനോയുടെ പേരിലാണ് ലോക റെക്കോർഡ്. ചോദ്യം ആറാമത്തെ ചോദ്യം. ഡൂമോ ബോക്കോ ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി റീസെന്റ്? അല്ലെ, ഡൂമോ ബോക്കോ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ഈ ഇടയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ചോദ്യം. ഏത് രാജ്യത്തിന്റെ? ബോട്സ്വാനയാണ് കേട്ടോ. ഡൂമോ ബോക്കോ ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ബോട്സ്വാന. ഈ ബോട്സ്വാനയുടെ ഔദ്യോഗിക നാമം, ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ബോട്സ്വാന എന്നാണ്. ആഫ്രിക്കൻ വൻകരയുടെ തെക്ക് ഭാഗത്തുള്ള കരയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ബോട്സ്വാന. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബോട്സ്വാനയുടെ പേര് ബെക്യുനലാൻഡ് എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ബോട്സ്വാന എന്ന പേര് സ്വീകരിച്ചത്. സ്വാതന്ത്ര്യം പിന്നീട് 1966 സെപ്റ്റംബർ 30 ബോട്സ്വാന സ്വതന്ത്രമായത്. രാജ്യത്തെ ഏറ്റവും വലിയ ഗോത്രവർഗം എന്ന് പറയുന്നത് സെറ്റ്സ്വാനയിൽ നിന്നാണ് ബോട്സ്വാന എന്ന പേര് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അവിടുത്തെ ദേശീയ മുദ്രാവാക്യം ഈശ്വാന എന്നുള്ളതാണ്. അതായത് മഴ എന്ന അർത്ഥം വരുന്ന ഈശ്വാന എന്നുള്ളതാണ് ദേശീയ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ദേശീയ ഗാനം ദിസ് ലാൻഡ് ഓഫ് അവേഴ്സ്, ഈ കുലീന ഭൂമി അനുഗ്രഹീതമാവട്ടെ എന്നുള്ളതാണ് അവിടുത്തെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. ഓക്കെ, ബോട്സ്വാനയുടെ തലസ്ഥാനം ഗാബ്രോൺ ആണ്. അവിടുത്തെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഒരു ഔദ്യോഗിക ഭാഷയാണ്. ദേശീയ ഭാഷ സെറ്റ്സ്വാനയാണ്. ഓക്കെ, ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷും സെറ്റ്സ്വാനയാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സെറ്റ്സ്വാനയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏഴാമത്തെ ചോദ്യം. വിച്ച് നാഷണൽ പാർക്ക് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്? വിച്ച് നാഷണൽ പാർക്ക് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്? ഇസ് റൈറ്റ് ആൻസർ ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്ക്. കാസിരംഗ നാഷണൽ പാർക്ക് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? അസമിലാണ് അല്ലെ. അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അത് 1974 രൂപീകൃതമായത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ വാസസ്ഥലം എന്ന നിലയിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് ലോക പ്രസിദ്ധമാകുന്നത്. ലോകത്താകെയുള്ള കാണ്ടാമൃഗങ്ങളിൽ 2 ഭാഗവും ഇവിടെയാണ്, കാസിരംഗയിലാണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു കാസിരംഗ നാഷണൽ പാർക്ക് അസമിലാണെന്ന് പറഞ്ഞു അല്ലെ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടിയുടെ ആകൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അസം അല്ലെ. ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അസം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനവും അസം തന്നെയാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ടി എന്ന ആകൃതിയുള്ള സംസ്ഥാനമാണ്. ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പിന്നെന്താ പറഞ്ഞത്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അല്ലെ. അഹോം രാജവംശ ഭരണം നടത്തിയിരുന്ന സംസ്ഥാനമാണ്. അഹോസ് കലാപം നടന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ബോഡോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. പ്രാചീന കാലത്ത് കാമരൂപ എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പ്രാചീനകാലത്ത് പ്രസിദ്ധമായിരുന്ന ജാപ്പി തൊപ്പികൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത് അസം. അസം നിലവിൽ വന്നത് 1956 നവംബർ 1 തലസ്ഥാനം ദിസ്പൂരാണ്. അടുത്ത സംസ്ഥാന മൃഗം എന്തായിരിക്കും? നമ്മൾ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു നമ്മൾ അസമിൽ. അപ്പോൾ സംസ്ഥാന മൃഗവും ഇത് തന്നെയാണ്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം തന്നെയാണ്. സംസ്ഥാന പക്ഷി വൈറ്റ് വിങ്ഡ് ഡക്ക് ആണ് അവിടുത്തെ സംസ്ഥാന പക്ഷി ഇവിടുത്തെ അസമിൽ.
കിഴക്കിന്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഗുവാഹത്തി എവിടെയാണ്? അസമിലാണ് അല്ലേ. ഗുവാഹത്തിയുടെ പഴയ പേര് ജ്യോതിഷപുരം എന്നായിരുന്നു, പ്രാഗ് ജ്യോതിഷപുരം എന്നായിരുന്നു. ഓക്കെ, അപ്പൊ കിഴക്കിന്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഗുവാഹത്തി എവിടെയാണ്? അസമിലാണ്. ഗുവാഹത്തി നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് അല്ലെ. കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ പറഞ്ഞത്? കിഴക്കിന്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്നതാണ് ഗുവാഹത്തി. ഗുവാഹത്തിയുടെ പഴയ പേരെന്തായിരുന്നു? പ്രാഗ് ജ്യോതിഷപുരം എന്നായിരുന്നു. ഗുവാഹത്തി നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. ബ്രഹ്മപുത്രയുടെ പഴയ പേര് ലൗഹിത്യ എന്നായിരുന്നു കേട്ടോ. ലൗഹിത്യ എന്നുള്ളതാണ് ബ്രഹ്മപുത്രയുടെ പഴയ പേര്. ഇനി അസമിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഗോപിനാഥ് ബർദോളിയാണ്. ഗോപിനാഥ് ബർദോളിയുടെ പ്രത്യേകത എന്താണ്? വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഭാരതരത്നം നേടിയത് ഗോപിനാഥ് ബർദോളിയാണ് കേട്ടോ. അപ്പൊ ഗോപിനാഥ് ബർദോളിയുടെ പ്രത്യേകത എന്താണ്? അസമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. എന്നാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഭാരതരത്നം നേടിയത് ഗോപിനാഥ് ബർദോളിയാണ്. അസം ഗവർണർ സ്ഥാനത്തിരുന്ന മലയാളി ആരായിരുന്നു? അസം ഗവർണർ സ്ഥാനത്തിരുന്ന മലയാളിയാണ് കെ ശങ്കരനാരായണൻ. 2009 ജൂൺ 26 തൊട്ട് ജൂലൈ 26 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ കെ ശങ്കരനാരായണൻ ആരാണ്? അസം ഗവർണർ സ്ഥാനത്തിരുന്ന മലയാളിയാണ് കെ ശങ്കരനാരായണൻ. അവിടെ കാസിരംഗ നാഷണൽ പാർക്ക് മാത്രമല്ലേ ഉള്ളത്. മനാസ് നാഷണൽ പാർക്ക് ഉണ്ട്, ഓറഞ്ച് നാഷണൽ പാർക്ക് ഉണ്ട്, നമേരി നാഷണൽ പാർക്ക് ഉണ്ട്, ദിബ്രു സൈക്കോവ നാഷണൽ പാർക്കും അസമിലുണ്ട്. അതുപോലെ തന്നെ അസമിൽ പ്രത്യേകത വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SRPF എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന പേരിൽ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സേനയെ രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേട്ടോ അസം. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഹു ഹാസ് വോൺ ദ ബെസ്റ്റ് സെൻട്രൽ ബാങ്കർ അവാർഡ് ഓഫ് US ബേസ്ഡ് ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ? അതായത് US ആസ്ഥാനമായ ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കർക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ശക്തികാന്ത ദാസ്. അതായത് RBIയുടെ ഗവർണർ ആയിട്ടുള്ള ശക്തികാന്ത ദാസിനാണ് US ആസ്ഥാനമായിട്ടുള്ള ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കർക്കുള്ള പുരസ്കാരം നേടിയത്. ആഗോളതലത്തിൽ 2024 എ ഗ്രേഡ് ലഭിച്ച 3 സെൻട്രൽ ബാങ്കർമാരിൽ 1ാം സ്ഥാനമാണ് ശക്തികാന്ത ദാസിന് ലഭിച്ചത്. ഡെൻമാർക്കിന്റെ ക്രിസ്ത്യൻ കെറ്റൻ തോംസൺ, സ്വിറ്റ്സർലൻഡിന്റെ തോമസ് ജോർദൻ എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനത്തുള്ളവർ. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വാട്ട് ഡസ് PMJAY സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് PMJAY എന്ന് പറയുന്നത്? പ്രൈം മിനിസ്റ്ററിന്റെ ഒരു സ്കീമാണ് അല്ലെ. എന്ത് സ്കീമാണ്? ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് അല്ലെ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ളതാണ്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനും നൽകുന്ന ഒരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് PMJAY എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ ഫുൾ ഫോം? എന്താണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. PMJAY സ്റ്റാൻഡ്സ് ഫോർ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. വേർ വിൽ ദ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ബി ഹെൽഡ്? എവിടെയാണ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ് നടക്കാൻ പോകുന്നത്? സിംഗപ്പൂരിൽ വെച്ചിട്ടാണ്. ആരൊക്കെ തമ്മിലാണ്? ഗുഗേഷും ഡിംഗ്ലറിനും തമ്മിലാണ്. നവംബർ 25 ടു ഡിസംബർ 13 സമയത്തൊക്കെ ആയിരിക്കും വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കാനായിട്ട് പോകുന്നത്. 11ാമത്തെ ചോദ്യം. വേർ ഇസ് ദ വെന്യൂ ഓഫ് 2024 UN കോൺഫറൻസ് ഓൺ ബയോഡൈവേഴ്സിറ്റി? അതായത് 2024 UN ജൈവ വൈവിധ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? കാലിയിലാണ് കേട്ടോ. 2024 ഒക്ടോബർ 21 മുതൽ നവംബർ 1 വരെയാണ് കൊളംബിയയിലെ കാലിയിൽ യുണൈറ്റഡ് നേഷൻസ് ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന ഐക്യരാഷ്ട്ര സംഘടന ജൈവ വൈവിധ്യ സമ്മേളനം നടന്നത്. 2022 COP15 ഉച്ചകോടിയുടെ വേദി കാനഡയിലെ മോൺട്രിയോൾ ആയിരുന്നു. 2026 ഐക്യരാഷ്ട്ര സംഘടന ജൈവ വൈവിധ്യ സമ്മേളനം അർമീനിയയിലാണ് നടക്കാൻ പോകുന്നത്. കണക്റ്റിംഗ് പോയിന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. 2024 UN ജൈവ വൈദ്യ സമ്മേളനത്തിന്റെ വേദി നമ്മൾ പറഞ്ഞു കാലിയിലാണ്, കൊളംബിയയിലെ കാലിയിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? പാരീസിലാണ് കേട്ടോ. 2024 പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 ഒക്ടോബറിൽ റഷ്യയിലെ കെസാനിലാണ് നടന്നത്. കുറച്ച് ഉച്ചകോടികളുടെ കാര്യമാണ് പറഞ്ഞത്. UN ജൈവവൈദ്യ സമ്മേളനത്തിന്റെ വേദി എന്ന് പറയുന്നത് കാലി. 2026 ഐക്യരാഷ്ട്ര സംഘടന ജൈവവൈദ്യ സമ്മേളനം അർമീനിയയിലാണ് നടക്കാൻ പോകുന്നത്. 2026 അർമീനിയയിലാണ് നടക്കാൻ പോകുന്നത്. 2024
ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസ് ആണ്. പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ് 2024 കേട്ടോ. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 ഒക്ടോബറിൽ എവിടെയാണ് നടന്നത്? റഷ്യയിലാണ് നടന്നത്, കെസാനിലാണ് നടന്നത്. ഓക്കെ, അടുത്ത ചോദ്യമാണ് 12ാമത്തെ ചോദ്യം. What is the revised wage rate of Mahatma Gandhi National Rural Employment Guarantee Scheme in Kerala? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എത്രയാണ് എന്നാണ് ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എന്ന് പറയുന്നത് 346 രൂപയാണ്. ഓക്കെ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടിയ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്, 374 രൂപ. ഓക്കെ, നമ്മളോട് കൊടുക്കുന്നത് 346 രൂപ, എന്നാൽ ഹരിയാനയിൽ 374 രൂപ കൊടുക്കുന്നുണ്ട്. തൊഴിലുറപ്പ് വേതനം കുറഞ്ഞ സംസ്ഥാനങ്ങൾ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശാണ്. 234 രൂപ മാത്രമാണ് അവിടെയൊക്കെ കൊടുക്കുന്നത്. സംസ്ഥാന തലത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മേലുള്ള പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്താണ്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്നിവയ്ക്കാണ് ലഭിച്ചത്. നഗരമേഖലയിലെ മികവിനുള്ള മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് കൊല്ലം കോർപ്പറേഷനാണ്. മുനിസിപ്പാലിറ്റികളിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ് 1ാം സ്ഥാനം. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം അല്ലെ. How many consecutive times has Kerala ranked first nationally in the food security indicator? അതായത് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം ദേശീയ തലത്തിൽ തുടർച്ചയായി എത്രാം തവണയാണ് 1ാം സ്ഥാനം നേടുന്നത് എന്നാണ് ചോദ്യം. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം ദേശീയ തലത്തിൽ തുടർച്ചയായി എത്രാം തവണയാണ് 1ാം സ്ഥാനം നേടുന്നത്? 2ാം തവണയാണ് അല്ലെ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന് 1ാം സ്ഥാനം ലഭിച്ചത് അല്ലെ. വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചിക തയ്യാറാക്കുന്നത്. നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ആരാണ്? JP നഡ്ഡയാണ്. ഇപ്പോഴത്തെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ആരാണ്? അഫ്സാന പർവീനാണ് അല്ലെ. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ സൂചികയിലെ കേരളം ദേശീയ തലത്തിൽ തുടർച്ച എത്രാം തവണയാണ് 1ാം സ്ഥാനം തരുന്നത്? 2ാം തവണയാണ്. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. എബവ് വാട്ട് ഏജ് ആർ ദ ബെനിഫിഷ്യറീസ് ഓഫ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ്? അതായത് എത്ര വയസ്സിന് മുകളിലുള്ളവരാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിന്റെ ഗുണഭോക്താക്കൾ എന്നാണ് ചോദ്യം. എത്ര വയസ്സിന് മുകളിലുള്ളവരാണ്? 70 വയസ്സിന് മുകളിലുള്ളവരാണ് ആയുഷ്മാൻ ഭാരത് അല്ലെ. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിന്റെ ഗുണഭോക്താക്കൾ. പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാനുകൂല്യമാണ് ഇവർക്ക് ലഭിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിന്റെ വരുമാന പരിധി ബാധകമായിരിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ESI സ്കീമിന്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയ്ക്കായി ആയുഷ്മാൻ കവറേജ് ലഭിക്കും. ഓക്കെ, അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫോറിൻ അഫയേഴ്സ്? അതായത് വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ശശി തരൂരാണ് കേട്ടോ. പാർലമെന്ററി വിദ്യാഭ്യാസ കമ്മിറ്റി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദിഗ്വിജയ് സിംഗ് ആണ്. ഓക്കെ, അപ്പം വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിതനായത് ശശി തരൂർ. പാർലമെന്ററി വിദ്യാഭ്യാസ കമ്മിറ്റി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദിഗ്വിജയ് സിംഗ് ആണ്. കാർഷിക ഭക്ഷ്യ സംസ്കരണ മൃഗക്ഷേമ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? ചരൺജിത് സിംഗ് ചാന്നിയാണ്. ഗ്രാമവികസന പഞ്ചായത്ത് രാജ് കമ്മിറ്റി അധ്യക്ഷനാരാണ്? സപ്തഗിരി ശങ്കർ ഉലഗയാണ്. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് KC വേണുഗോപാലാണ്. 17ാം ലോക്സഭയിൽ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരാണ്? ശശി തരൂർ തന്നെയാണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദ പത്മപ്രഭ അവാർഡ് 2024? അതായത് 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? റഫീഖ് അഹമ്മദ് ആണ്. റഫീഖ് അഹമ്മദ് ഹാസ് ബീൻ സെലക്ടഡ് ഫോർ പത്മപ്രഭ അവാർഡ് 2024. ഇത് 2024 25ാം പത്മപ്രഭ പുരസ്കാരമാണ്. ആർക്കാണ് കിട്ടിയത്? റഫീഖ് അഹമ്മദ് ആണ് അല്ലെ. അദ്ദേഹം കവിയാണ്, ഒരു ഗാനരചയിതാവാണ്. 75,000 രൂപയും പ്രശസ്തി പത്രവും പത്മരാഗ കല്ല് പതിച്ച ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്.
കടൽക്കാഴ്ച, അഴുക്കില്ലം ഒരു നോവലാണ് തുടങ്ങിയവയാണ് റഫീഖ് അഹമ്മദിന്റെ കൃതികൾ. NS മാധവൻ ചെയർമാനും കൽപ്പറ്റ നാരായണൻ, S ശാരദാക്കുട്ടി എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. അപ്പോൾ ആർക്കാണ് പത്മപ്രഭ അവാർഡ് 2024 കിട്ടിയത്? ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ് അല്ലെ. അദ്ദേഹം ആരാണ്? കവിയാണ്, ഗാനരചയിതാവാണ്. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരമാണ് കവിയും ഗാനരചയിതാവുമായിട്ടുള്ള റഫീഖ് അഹമ്മദിന് കിട്ടിയത്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. വിച്ച് ഫ്രഞ്ച് സിറ്റി ഹാസ് ബീൻ ചൂസൺ ആസ് ദ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ഫോർ 2024? അതായത് 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രഞ്ച് നഗരം ഏതാണ് എന്നാണ് ചോദ്യം. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രഞ്ച് നഗരം ഏതാണ്? The right answer is Strasbourg. Okay, Strasbourg is a French city has been chosen as the world book capital for 2024. ഫ്രാൻസിലെ ഒരു പ്രധാന നഗരമാണ് അല്ലെ സ്ട്രാസ്ബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് സ്ട്രാസ്ബർഗ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ വായനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങൾ ചെയ്യേണ്ടത്. 2024 സ്ട്രാസ്ബർഗ് ആയിരുന്നു. 2023 ലോക പുസ്തക തലസ്ഥാനം ഘാനയിലെ അക്ര ആയിരുന്നു. 2025 ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ കേട്ടോ. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ ആണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 2023 അക്ര, 2024 സ്ട്രാസ്ബർഗ്, 2025 റിയോ ഡി ജനീറോ. ഓക്കെ, മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്തിനെയാണ് 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ 2026 വരെ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലെ. മൊറോക്കോയുടെ തലസ്ഥാനമായിട്ടുള്ള റബാത്തിനെയാണ് 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. വേൾഡ് ബുക്ക് ക്യാപിറ്റൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് യുനെസ്കോ ഡയറക്ടർ ജനറൽ പുസ്തക തലസ്ഥാനങ്ങളെ പ്രഖ്യാപിക്കുന്നത്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. വിച്ച് സുപ്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിസൈൻ ദ ന്യൂ ഫ്ലാഗ് ആൻഡ് എംബ്ലം? അതായത് ഇന്ത്യയിലെ ഏത് പരമോന്നത സ്ഥാപനത്തിനാണ് പുതിയ പതാകയും ചിഹ്നവും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏത് പരമോന്നത സ്ഥാപനത്തിനാണ് പുതിയ പതാകയും ചിഹ്നവും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? ലോക്സഭയ്ക്കാണോ, ഹൈക്കോടതിക്കാണോ, രാജ്യസഭയ്ക്കാണോ? അല്ല, സുപ്രീം കോടതിക്കാണ് കേട്ടോ. സുപ്രീം കോടതിക്കാണ് പുതിയ പതാകയും ചിഹ്നവും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതായത് സുപ്രീം കോടതിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. നീല നിറത്തിലുള്ള പതാകയിൽ അശോക ചക്രം, സുപ്രീം കോടതി, ഇന്ത്യൻ ഭരണഘടന എന്നിവയാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഓക്കെ, സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും നീതിയെയും ജനാധിപത്യത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും നീല നിറത്തിലുള്ള പതാകയിൽ അശോക ചക്രമുണ്ട്, സുപ്രീം കോടതി, ഇന്ത്യൻ ഭരണഘടന എന്നിവയാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് അല്ലെ. എപ്പോഴായിരുന്നു ഇത് അനാച്ഛാദനം ചെയ്തത്? സുപ്രീം കോടതിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പതാകയും ചിഹ്നവും. ആരാണ് അനാച്ഛാദനം ചെയ്തത്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് അനാച്ഛാദനം ചെയ്തത്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. വേർ വിൽ ബി ദ വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം? അപ്പോൾ വേർ ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് മ്യൂസിയം ലൊക്കേറ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാരീസ് എന്നാണ് വരിക. എന്നാൽ ഇനി ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം, കറണ്ട് അഫയേഴ്സ്, ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ്, ഡൽഹിയിലാണ് കേട്ടോ. ഡൽഹിയിൽ നിലവിൽ വരാൻ പോവുകയാണ്. അതായത് യുഗിൻ ഭാരത് മ്യൂസിയം എന്നാണ് ഡൽഹിയിൽ നിലവിൽ വരുന്ന ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയത്തിന് പേര് നൽകിയിട്ടുള്ളത്. 1.17 ലക്ഷം ചതുരശ്ര മീറ്ററിൽ 950 മുറികളോടെയാണ് മ്യൂസിയം സ്ഥാപിക്കുന്നത്. 5000 വർഷത്തെ ഈ ഭാരതത്തിന്റെ ചരിത്രം മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും. ഓക്കെ, ഫ്രാൻസ് ആണ് മ്യൂസിയവുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കൊടുക്കുകയാണ്, നമ്മൾ ഗൂഗിളിലാണ് വേർ വിൽ ബി ദ വേൾഡ് ലാർജസ്റ്റ് മ്യൂസിയം ഇൻ ഇന്ത്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൊൽക്കത്ത എന്ന് വരാം. എന്നാൽ ഇനി എന്തായിരിക്കും? ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിലുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. എന്താണ് പേര് കൊടുക്കുന്നത്? യുഗിൻ ഭാരത് മ്യൂസിയം എന്നാണ് പേര് കൊടുക്കുന്നത്. എത്ര ചതുരശ്ര മീറ്ററാണ്? 1.17 ലക്ഷം ചതുരശ്ര മീറ്ററിൽ എത്ര മുറികളാണ്? 950 മുറികളോടെയാണ് മ്യൂസിയം സ്ഥാപിക്കുന്നത്. 5000 വർഷത്തെ ഭാരതത്തിന്റെ ചരിത്രം മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും. ഏത് വിദേശ രാജ്യവുമായാണ് സഹകരിക്കുന്നത്? ഫ്രാൻസ് ആണ് മ്യൂസിയവുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം.
ഡൽഹി എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ തലസ്ഥാനമാണ്, ഇന്ത്യയുടെ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ്, ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ്, സ്വന്തമായി ഹൈക്കോടതിയുള്ള ഇന്ത്യയിലെ ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അല്ലെ. കേന്ദ്രഭരണ പ്രദേശമായ വർഷം 1956 നവംബർ 1 കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയ വർഷം 1992. എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? 69ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 1991 69ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറി. ഓക്കെ, ഡൽഹിയുടെ പഴയകാല നാമം എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു. ഡൽഹി സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? യമുനയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ആദ്യം കൽക്കട്ടയായിരുന്നു. കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് 1911 കേട്ടോ. ന്യൂഡൽഹിയുടെ ശില്പികൾ എന്നറിയപ്പെടുന്നത് സർ എഡ്വിൻ ലൂട്ടിൻസും സർ ഹെർബർട്ട് ബേക്കറുമാണ്. ഡൽഹി സുൽത്താനയിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? റസിയ സുൽത്താനയാണ്. ഹുമയൂണിന്റെയും റസിയ സുൽത്താനയുടെയൊക്കെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം, ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം, ഇന്ത്യയിലെ ആദ്യ ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം, ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായിട്ടുള്ള തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം, എല്ലാം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് മൂവ്മെന്റ് നടന്ന സ്ഥലം ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി പക്ഷികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റി ആശുപത്രി സ്ഥാപിതമായ സ്ഥലം ഏതാണ്? ഡൽഹിയിൽ തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി CNG ബസ് ഓടിയ നഗരം അത് ഡൽഹിയാണ് അല്ലെ. ഡൽഹി മെട്രോ ആരംഭിച്ച വർഷം എപ്പോഴാണ്? 2002 ഡിസംബർ 25 ഡൽഹി മെട്രോ ആരംഭിച്ചത്. ഡൽഹിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 239A ആണ്. രാജ്യത്തിന്റെ സമരത്തെരുവ് എന്നറിയപ്പെടുന്നത് ജന്തർ മന്ദിറാണ്. ജന്തർ മന്ദിർ എവിടെയാണ്? ഡൽഹിയിലാണ്. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ഹബ്ബാണ് ഡൽഹി എന്ന് പറയുന്നത്. കാർ ഫ്രീ ഡേ ആചരിച്ച ആദ്യ നഗരം ഏതാണ്? ഡൽഹിയാണ് കേട്ടോ. ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെല്ലാം നമുക്കറിയാം അല്ലെ. ലോട്ടസ് മഹൽ എവിടെയാണ്? കർണാടകയിലാണ്, ഹംപിയിലാണ് ലോട്ടസ് മഹൽ അല്ലെ. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം നമുക്ക് ഡൽഹിയാണെന്നറിയാം. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യ ശാഖ സ്ഥാപിതമായത് മുംബൈയിലാണ്. ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലാണെന്നറിയാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? മുംബൈയിലാണ്. കൺഫ്യൂഷൻ ആയോ? ലോട്ടസ് ടെമ്പിൾ ഡൽഹി, ലോട്ടസ് മഹൽ ഹംപി, കർണാടകയിലെ ഹംപിയിലാണ്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യത്തെ ശാഖ സ്ഥാപിതമായത് മുംബൈയിലാണ്. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് അല്ലേ. അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് വാസ് ദ ഫസ്റ്റ് ടു പാസ് എ യൂണിഫോം സിവിൽ കോഡ് ഇൻ ദ കൺട്രി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിന്റെ പരിധിയിൽ നിന്ന് ആദിവാസി വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. വിവാഹം, വിവാഹമോചനം. ഉത്തരാഖണ്ഡിലെ എല്ലാ പൗരന്മാർക്കും അവരുടെ മതം പരിഗണിക്കാതെ ഭൂമിയിലും സ്വത്തിലും അനന്തരാവകാശത്തിനുള്ള അർഹത എന്നിവ ബില്ലിൽ നിഷ്കർഷിക്കുന്നുണ്ട്. ശൈശവ വിവാഹ നിരോധനം, എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഏകീകരിച്ച വിവാഹപ്രായം എന്നിവയും നിയമത്തിലുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കും മുൻപ് മുതൽ ഏക സിവിൽ നിയമം നിലവിലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവ മാത്രമാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ് വിഭജിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അല്ലെ. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ നിലവിലുള്ള സംസ്ഥാനമാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. സംസ്കൃതം ഔദ്യോഗിക ഭാഷയായ ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ണടച്ചെഴുതാം, അത് ഉത്തരാഖണ്ഡാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന, പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനമായിട്ടുള്ള ഉത്തരാഖണ്ഡാണ് സംസ്കൃതം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. നിലവിൽ വന്നത് 2000 നവംബർ 9 തലസ്ഥാനം ഡെറാഡൂൺ ആണ്. സംസ്ഥാന മൃഗം കസ്തൂരിമാനാണ്. സംസ്ഥാന പക്ഷി ഹിമാലയൻ മൊണാലാണ്. സംസ്ഥാന പുഷ്പം ബ്രഹ്മകമലാണ് കേട്ടോ. പാരീസിൽ നടന്ന 2ാമത് ഗ്ലോബൽ സ്കിൽ ഡെവലപ്മെന്റ് സമ്മേളനത്തിൽ മികവിനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അതുപോലെ തന്നെ 2ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന വ്യവസ്ഥയോടുള്ള പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. എന്താണ്? 2ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന വ്യവസ്ഥയോടെയുള്ള പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ചിപ്കോ പ്രസ്ഥാനം അല്ലെ.
അത് വൃക്ഷങ്ങളുടെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിലുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ചമേലിയിൽ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1973 നേതൃത്വം നൽകിയത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് മരത്തിനെ ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമായിട്ട് ഏത് മാറിയത്? ചിപ്കോ പ്രസ്ഥാനം മാറിയത്, ആരംഭിച്ചത് 1973 നേതൃത്വം നൽകിയത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരത്തിനെ ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ നവംബർ മാസത്തിലെ മുഴുവൻ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നവംബർ 1 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലേ. നവംബർ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങളും രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളും മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളും അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കരുത്, ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.